മുണ്ടൂർ സ്വദേശി വർഗീസ് തരകൻ ഏക്കർ കണക്കിന് ഭൂമിയിൽ പ്ലാവിൻ തൈ നട്ട് വളർത്തുകയാണ് അദ്ദേഹത്തിന്റെ ലഹരി. പ്ലാവുകളുടെ സംരക്ഷണത്തിനും ഗവേഷണത്തിനുമായി യൂണിവേഴ്സിറ്റി ആരംഭിക്കുകയാണ് വർഗീസ് തരകന്റെ ലക്ഷ്യം. ജെയ്സൺ ചാമുളപ്പിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. നാം പലതരം ലഹരികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നല്ലതും ചീത്തയുമുണ്ട് ലഹരി. പക്ഷേ പ്ലാവ് ലഹരിയായ ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടേ, പരിചയപ്പെടേണ്ടേ? നമുക്ക് പരിചയപ്പെടാം. തൃശ്ശൂർ ജില്ലയിലെ വർഗീസ് തരകനാണ് ഈ കക്ഷി. സാധാരണ ആളുകൾ ചെയ്യാത്തൊരു പരിപാടിയാണ്. കുറച്ച് സ്ഥലം വാങ്ങിക്കുക, അവിടെ പ്ലാവിൻ്റെ തൈകൾ നടുക. അതെന്താ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്നേ? മനുഷ്യന്റെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന പ്രധാന കണ്ടന്റ് ഗ്ലൂട്ടൻ ഇല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രൂട്ട് ചക്ക എന്നെ വർഷം മുഴുവൻ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കി. 360 ദിവസം ചക്ക നമുക്ക് പഴമായിട്ടും പച്ചയായിട്ടും കഴിക്കാനായിട്ടും കിട്ടുന്നു. അത് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ പ്ലാവിന്റെ കൃഷിത്തോട്ടമായിട്ട് ചെയ്യാൻ സാധിച്ചതിലുള്ള സന്തോഷം. എന്നെ സംബന്ധിച്ച് എനിക്ക് ചക്ക വലിയ ഇഷ്ടമാണ്. പക്ഷെ ജനങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു വഴിവെട്ടി, വ്യത്യസ്തമായ ഒരു ആശയം നടത്തി കേരളത്തിന്റെ തനതായ ഒരു കൃഷി ആയിട്ട് മാറ്റണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് മാറ്റാൻ സാധിച്ചു. 65ഓളം ഇനങ്ങളുണ്ടെന്ന് പറയുന്നത്. എവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് അതിന്റെ? ലക്ഷക്കണക്കിന് ചക്കക്കുരു പാവി മുളപ്പിക്കും. ചക്കക്കുരു പാവി മുളപ്പിച്ച് അത് വലുതായി വരുമ്പോൾ അതിൻ്റെ ഇലകളിൽ മാറ്റം, അതിൻ്റെ സ്റ്റെമ്മിൽ മാറ്റം, അതിൻ്റെ നിറവ്യത്യാസം, ഇതെല്ലാം മനസ്സിലാക്കി അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് കിട്ടും. അങ്ങനെ ഓരോ പ്ലാവിനങ്ങളെയും ഒരു 5-6 വർഷം കാത്തിരുന്നിട്ടാണ് ഒരു ചക്ക കായ്ക്കാൻ തുടങ്ങുക. അതായത് കുരു പാവി മുളപ്പിച്ചത് അത് നല്ല ഇനാണെന്നുണ്ടെങ്കിൽ 2-3 കൊല്ലം അത് കായ്ച്ച് നല്ലതാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ ബെഡ് ചെയ്തെടുത്തിട്ട് ഹൈബ്രിഡ് ആക്കി മാറ്റും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നിരവധി പ്രമുഖർ ഇതിനകം തന്നെ ഇവിടെ സന്ദർശനം നടത്തി കഴിഞ്ഞു. ഈ പ്രദേശം ഇതിനകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. പ്ലാവുകളുടെ ഒരു സംഗമ ഭൂമിയായി മാറുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഭാവിയിൽ ഒരു പ്ലാവ് യൂണിവേഴ്സിറ്റിയായി മാറുമോ ഇതൊന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.